ഹായ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കേക്ക് ഇതാണ്. അതിന് ടോപ്പിലൊരു ഫോണ്ടൻ ഗേൾ ഇരിക്കുന്നത് കണ്ടോ? ലാസ്റ്റ് ടൈം നമ്മളൊരു ഫോണ്ടൻ ലൈനിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴത്തേനും ഒത്തിരി പേര് ട്യൂട്ടോറിയൽ ചോദിച്ചായിരുന്നു, ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ആയിട്ട്. നമ്മൾ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്ന ഫോണ്ടൻ ഗേൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ പോർഷനും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ സ്കിപ്പ് ചെയ്യാണ്ടെല്ലാം കണ്ടാൽ നിങ്ങൾക്കും ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഫോണ്ടൻ ഫിഗേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. സോ നമ്മൾ ആദ്യം ബോളാക്കി വെച്ചത് ഹെഡ് പോർഷനാണ്. ദെൻ നമ്മൾ ബോഡി പാർട്ട് ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ റോൾ ചെയ്തെടുത്തു. പിന്നെ നീളത്തിന് ഇങ്ങനെ സിലിണ്ട്രിക്കൽ ഷേപ്പിന് നമ്മൾ കൈയുടെ ഭാഗം റോൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് കാലും കൂടിയേ ബാക്കിയുള്ളൂ. അതിനു മുന്നേ കൈയിൻ്റെ ഡീറ്റെയിലിംഗ് പോർഷനിലോട്ട് വരാം. കൈപ്പത്തിയുടെ ഭാഗമാണ് നമ്മളിപ്പോൾ ഷേപ്പാക്കിയെടുത്തത്. ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ആ കൈയുടെ ഷേപ്പ് ഒന്ന് കിട്ടാനായിട്ട്. പിന്നെ വിരലുകൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഏകദേശം കൈയിൻ്റെ ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്നും കൂടി ഇച്ചിരി തടി കൂടിപ്പോയി തോന്നി. സോ ഞാനത് ഇച്ചിരി കൂടി ഒന്ന് റോളാക്കിയെടുത്തു. ഇതുപോലെ നമുക്ക് അടുത്ത കൈയും കൂടി ചെയ്തെടുക്കാം. നമ്മൾ അടുത്ത കൈയുടെ ഡീറ്റെയിലിംഗ് കൂടി നമുക്ക് ചെയ്തെടുക്കാം. ആ ഒരു തമ്പിൻ്റെ പോർഷനാട്ടോ നമ്മളിങ്ങനെ കട്ടാക്കിയത്. പിന്നെ വിരലുകൾ ഇങ്ങനെ ഡീറ്റെയിലിംഗ് കൊടുത്തു. പിന്നെ അത് ബോഡി പാർട്ടിൽ നമുക്കൊന്ന് വെച്ച് നോക്കാം, പ്രൊപ്പോർഷനൊക്കെ ഓക്കെ ആണോ എന്ന് നോക്കാം. ഓക്കെ ആണെന്ന് തോന്നിയിട്ട് ഞാനത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ളത് ബോഡി പാർട്സിൽ കാല് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ നമ്മൾ കാലിങ്ങനെ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിൽ റോൾ ചെയ്തെടുത്തു. കൈ കൊണ്ട് റോൾ ചെയ്യുന്നതാണ് എനിക്ക് ഇച്ചിരി ബെറ്റർ ആയിട്ട് തോന്നിയത്. ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളത് മാറ്റിൽ ഒറ്റ കൈ കൊണ്ട് റോൾ ചെയ്യുന്നതിനേക്കാളും ബോത്ത് ഹാൻഡ്സ് രണ്ട് കൈകളും ഉപയോഗിച്ച് റോൾ ചെയ്യുന്നതിലാണ് കേട്ടോ. പിന്നെ കാൽപാദം നമ്മൾ അറ്റം കുറച്ചൊന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോഴത്തേനും നമ്മുടെ കാല് രണ്ടും റെഡിയായി. അത് ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ, അങ്ങനെ തന്നെ ജോയിൻ്റ് ആക്കി തന്നെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഇനി നമുക്ക് തലമുടി കൊടുക്കാം. തലയിൽ ബ്ലാക്ക് കളറാണ് കേട്ടോ ഞാൻ ഇത്തവണ ചൂസ് ചെയ്തേക്കുന്നത്. ഈ കേക്കിൻ്റെ കസ്റ്റമർ നമുക്കൊരു റെഫറൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒത്തിരി വർക്ക് വരുന്ന ഒരു ഡിസൈൻ ആയ കാരണം പുള്ളിക്കാരുടെ ബഡ്ജറ്റിനും പുറത്തു പോയത് കാരണം പുള്ളിക്കാരി ഒരു ബഡ്ജറ്റ് പറഞ്ഞു. അതിനനുസരിച്ച് സെറ്റാക്കി കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഈ കേക്ക് ഒരു ബഡ്ജറ്റ് കസ്റ്റമൈസ്ഡ് കേക്കാണ് കേട്ടോ. സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടൊരു കേക്കാണ് പുള്ളിക്കാരിയുടെ മൈൻഡിലുണ്ടായിരുന്നത്. അത്രയും വർക്കൊന്നും വേണ്ട, സിമ്പിളായിരുന്നാലും ഓക്കെയാണ്, പക്ഷേ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യണമെന്ന് പുള്ളിക്കാരി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ആ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിക്ക് ഈ കേക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റാക്കി എടുക്കണം. സോ നമ്മൾ തലമുടി ഒരു സൈഡ് പാർട്ടീഷൻ വരുന്ന രീതിക്ക് സെറ്റാക്കി എടുത്തു. നമ്മൾ ഇത്തവണ ഒരു 2 കൊമ്പുള്ള ഒരു കുഞ്ഞു ബേബി ഗേളിനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഒരു 3 വയസ്സുള്ള ഒരു ബേബിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇത്. നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷനിൽ ഡീറ്റെയിലിംഗ് കൂടി ചെയ്തെടുക്കുവാണ്. ഈ ഫ്രണ്ട് പോർഷനിൽ ഡീറ്റെയിലിംഗ് കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 3 വയസ്സുള്ള കുട്ടി നമുക്ക് 30 വയസ്സുള്ള ആൻറ്റി ആയിട്ട് തോന്നും. ഈ ഹെയറിൻ്റെ പോർഷൻ പ്രത്യേകിച്ച് ഇച്ചിരി നമ്മൾ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്തെടുക്കേണ്ട ഒരു പോർഷനാണ് കേട്ടോ. സോ നമ്മളത് മാക്സിമം വയസ്സ് കൂടാത്ത രീതിക്ക് ചെറിയ ബേബിയെ പോലെയൊക്കെ ആക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. സോ ചെറിയ പാറിക്കിടക്കുന്ന കുഞ്ഞു മുടികളും എല്ലാം സെറ്റാക്കി നമ്മൾ ഫ്രണ്ട് പോർഷനൊക്കെ ഓക്കെ ആക്കി. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലെ കൊമ്പ് വയ്ക്കാം. പിന്നെ റൈറ്റ് സൈഡിലതും ഒരു കൊമ്പ് ഉരുട്ടി വെച്ചിട്ടുണ്ട്. പിന്നൊരു കുത്തി ആ ഒരു ഹെയർ, ഒരു കേളി ഹെയർ ലുക്ക് കൊടുക്കാനായിട്ട് ഒരു എൻഡ് ഷാർപ്പായിട്ടുള്ള ഒരു ഫോണ്ടൻ ടൂളാണ് കേട്ടോ നമ്മളിപ്പോൾ ഇതിനു വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലെഫ്റ്റ് പോർഷൻ ഓക്കെ ആയി. ഇനി റൈറ്റ് പോർഷനിലെ ഹെയറും കൂടി നമുക്ക് അതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ രണ്ടും ഓക്കെ ആയി. ഇനി നമുക്ക് ഹെഡ് മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് നമ്മുടെ ഫ്രോക്കിൻ്റെ പണിയിലേക്ക് വരാം. ലെയർ ആയിട്ടുള്ള ഫ്രോക്കാണേ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുത്ത് ഫോണ്ടൻ്റ് നീഡ് ചെയ്തെടുത്തു. ഇനി നമുക്കത് ജസ്റ്റ് റോൾ ചെയ്തെടുക്കാം. മാക്സിമം പരത്തി റോൾ ചെയ്തെടുക്കണം. കാരണം സ്കേർട്ട് നമുക്ക് അധികം തിക്നെസ് വന്നു കഴിഞ്ഞാൽ വലിയ ഭംഗി ഉണ്ടാവില്ല. സോ മാക്സിമം റോളാക്കി നല്ല തിന്നാക്കി എടുത്തിട്ടുണ്ട്. തീരെ തിന്നായാലും പ്രശ്നമാണ്. ഓക്കെ, നമ്മളതിലൊരു പീസ് എടുത്തിങ്ങനെ സാരിക്കൊക്കെ ഞൊറിയെടുക്കുന്ന പോലെ ഫ്ലീറ്റ് ചെയ്ത് വെച്ചു. അതുപോലെ നമുക്ക് ഈ ഇരിക്കുന്ന എല്ലാ പീസസും ഇങ്ങനെ ആക്കിയെടുക്കണം. അപ്പം നിങ്ങളോർക്കും ഇങ്ങനെ ചെയ്തിട്ട് ഇതെങ്ങനെയാണ് സ്കേർട്ടാക്കി എടുക്കുന്നത്? കാണിച്ചു തരാം.
ഇത് ഞാനായിട്ട് ഇൻവെൻറ്റ് ചെയ്തെടുത്ത മെത്തേഡാണ് കേട്ടോ. വേറെ ആരെങ്കിലും ചെയ്യുന്നതായിട്ട് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ സ്വന്തമായിട്ട് സ്കേർട്ട് ഉണ്ടാക്കാനായിട്ട് ഫോണ്ടനിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് കണ്ടുപിടിച്ചതാണ്. എനിക്കിത് എല്ലാ തവണയും വർക്കൗട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ബോഡി സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഫോണ്ടൻ സ്കേർട്ട് നമ്മൾ നേരത്തെ ഫ്ലീറ്റ് ചെയ്ത് വെച്ചത് അളവിന് വെച്ച് നോക്കി ബാലൻസ് പോർഷൻ കട്ട് ചെയ്ത് മാറ്റി. ഏറ്റവും ബോട്ടം ലെയറാണ് നമ്മൾ ആദ്യം വെച്ചത്. ദെൻ സെക്കൻഡ് ലെയർ വെച്ചു. അപ്പോഴത്തേനും ബോഡി ബാക്കിലോട്ടൊന്ന് ലീനായ പോലെ നമ്മളത് റെഡിയാക്കിയിട്ട് പിന്നെ തേർഡ് ലെയറും വെച്ചു. അപ്പോൾ നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ സ്കർട്ടായല്ലേ. ബാക്ക് പോർഷനിൽ നമ്മളൊരു പീസ് വെച്ച് കൊടുത്തായിരുന്നു. പിന്നെ നമ്മുടെ അപ്പർ പോർഷൻ, ആ പോർഷനും ഒരു വി നെക്ക് കൊടുത്ത് നമ്മൾ കവർ ചെയ്തെടുത്തു. ഇതാണ് നമ്മുടെ ലോവർ ബോഡി പാർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമ്മുടെ ഹെഡിൻ്റെ പണിയിലേക്ക് വരാം. ഹെഡിൽ രണ്ട് സൈഡും നമ്മൾ ചീക്സിൽ ബ്ലഷ് കൊടുത്തു, ബോഡിയിൽ അറ്റാച്ച് ചെയ്തു. ദെൻ രണ്ട് ഹാൻഡ്സ് അറ്റാച്ച് ചെയ്തു. ആദ്യം ഞാൻ ഇങ്ങനെ വെച്ചു ഹാൻഡ്സ്, പിന്നെ തോന്നി ഇതേ ഇങ്ങനെ വയ്ക്കാമെന്ന്. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു കുട്ടി ബോയും കൂടെ ആഡ് ആക്കാമല്ലോ എന്ന് ഓർത്ത് ബോ ഇച്ചിരിയും കൂടി നമ്മളതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ പ്രോപ്പർ അറ്റാച്ച് ചെയ്തു, ഷേപ്പും കൂടി ഇച്ചിരി റെഡിയാക്കി. ഓക്കെ, ഏകദേശം ഒരു 95% പണികൾ കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഒരു സ്മൈൽ വരുത്തി കൊടുക്കാം. ഇവിടെ എനിക്ക് ചെറുതായിട്ടൊന്ന് പാളി, ആ സ്മൈലൊന്ന് കോണിപ്പോയില്ലേ. ഇനി ഐലാഷസ് വരയ്ക്കാൻ പോയി, അവിടെയും പാളി. ഇവിടെ കുഴപ്പമില്ലായിരുന്നു, ലെഫ്റ്റ് ലാഷസ് ഓക്കെ ആയിരുന്നു. റൈറ്റ് ലാഷസ് വരച്ചപ്പോഴത്തേനും എന്തോ എവിടെയോ ഒരു തകരാറ്. അതങ്ങനെയാണ് എപ്പോഴും. എന്തെങ്കിലും ഒരു തെറ്റി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ മൊത്തം പോയിട്ട് വീണ്ടും വീണ്ടും തെറ്റുകളുടെ മേൽ തെറ്റുകളായിരിക്കും സംഭവിക്കുക. സോ ഞാനതെല്ലാം മാറ്റി ഒന്നും കൂടി ചെയ്യേണ്ടി വന്നു. ആ ഫേസിൻ്റെ പോർഷനൊക്കെ പുതിയ ഫോണ്ടൻ്റ് കൊണ്ട് ചെയ്ത് ഐലാഷസും ബ്ലഷും പിന്നെ സ്മൈലും ഒന്ന് റെഡിയാക്കി നമ്മൾ പുതിയൊരു ഫേസാണ് ചെയ്യേണ്ടി വന്നത്. പുതിയ ഫേസ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ പുതിയൊരു ഫേസ് ഒന്നല്ല, ജസ്റ്റ് ഒരു സ്കിൻ ആഡാക്കി കൊടുത്തിട്ട് നമ്മൾ പുതിയ ബ്ലഷ് കൊടുത്തു, സ്മൈൽ ഓക്കെ ആക്കി, പിന്നെ നല്ലൊരു ഐലാഷസും വരച്ചു കൊടുത്തു. അപ്പോഴത്തേനും നല്ല ക്യൂട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗേളിനെ നമുക്ക് കിട്ടി. നമ്മൾ ടോപ്പിലായിട്ട് 2 ടയർ കേക്കായിരുന്നു, കേക്ക് സ്റ്റാക്ക് ചെയ്തിട്ട് ടോപ്പിലായിട്ട് ബേബി ഗേളിനെ വച്ചു. പിന്നെ നെയിം നിഹാരിക എന്നുള്ള നെയിമും നമ്മൾ സെറ്റ് ചെയ്തു, കേക്കിൽ സെറ്റ് ചെയ്തു. ഈ കേക്കിൻ്റെ ആ പിങ്ക് ആൻഡ് വൈറ്റ് ആ ഒരു കോമ്പിനേഷൻ ഷെയ്ഡ് പോകുന്ന നോക്കിയ ക്രീമിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടിയല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ until the next video, ബൈ ബൈ. വീണ്ടും ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ ബൈ.